സമ്മാനമാണ്, ഏറ്റവും വലിയൊരു സമ്മാനമാണ് ദൈവം തന്നിട്ടുള്ളത്. അത് വളച്ചൊടിച്ച് ഒരു കുർബാനയാക്കി ഈ കൈകൊട്ടിൽ ഒതുക്കി വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കും. ദൈവം സൃഷ്ടിച്ചത് മരിക്കാനല്ല മനുഷ്യൻ, നിത്യം ജീവിക്കാനാണ്. ദൈവമേ, എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കണം. കല്യാണം കഴിഞ്ഞ സന്തോഷം പോയി കണ്ണും കെട്ടിയെന്ന് പറയണം. എല്ലാവരും കണ്ണു കെട്ടില്ല. നിങ്ങളവർ സ്നേഹിക്കുക. ഒരു പാട് വന്നു അല്ലെങ്കിൽ ഒരു തട്ടി വീണു ഭർത്താവ്, നിങ്ങളൊന്നും ഒരു പഞ്ഞുകൊണ്ട് കുറച്ച് ഭാര്യയ്ക്ക് ഒരു അസുഖം വേദന നെക്സ്റ്റ് ഹോസ്പിറ്റലിൽ അവിടെ കൊണ്ടുപോകും. ഇതിൽ നിങ്ങളുടെ സ്നേഹം ആ രോഗം അപ്പോൾ തന്നെ മാറും. ഉറപ്പ്. ദൈവമേ, കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ട് ദൈവത്തിൻ്റെ ബൈബിളിനെ കുറിച്ചും. എല്ലാ ഖുർആൻ, ഭഗവത്ഗീത, രാമായണം ഇതൊക്കെ തെറ്റാണെന്ന് ആക്ഷേപിക്കാൻ ഞാനില്ല. ബൈബിൾ അടിസ്ഥാനപരമായിട്ട് ശരിയാണ്. ദൈവമേ, എന്നോട് കരുണ കാണണമേ. ഞാൻ തോറ്റുപോയ വ്യക്തിയാണ്. ഞാൻ വിളിച്ചത് എന്നാലും ഞാൻ പറയും, ദൈവത്തിന് വേണ്ടിയിട്ട് ഒരു രൂപയില്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ. ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ദൈവം ഒരു വഴി കാണിച്ച് തരും. അങ്ങനെയാണ് പോകുന്നത്. എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ, വചനം കേട്ട് സഹായിക്കണമെന്നില്ല, എല്ലാവരും എതിർക്കുള്ളൂ. സഹായിക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ നമ്പർ, ഗൂഗിൾ പേ നമ്പർ കൊടുക്കണം. ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. 8921859532, കരിമാലൂർ ബ്രാഞ്ച്, എറണാകുളം, ജോൺസൺ ജോസഫ്. അത് പോട്ടെ, ഇട്ട് കഴിയുമ്പോൾ എനിക്ക് വേണ്ട. ദൈവത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം. എല്ലാവരും അറിയാൻ പോവാം. അന്ത്യനാളിലെ മുദ്ര വെച്ച പൊട്ടിയിരിക്കുന്ന ബൈബിൾ തുറക്കപ്പെടും. മുദ്ര വെച്ച് പൊട്ടിയിരിക്കുക മുഹമ്മദ് നബി, അള്ളാഹു ഇവരൊക്കെ കുറിച്ചൊക്കെ പറയണമെന്നുണ്ട്. എന്താ ചെയ്യാൻ? പള്ളിപ്പെരുന്നാൾ എവിടാ? ഓ, മുനമ്പത്തിൽ ആരിയിരിക്കണേ? മാതാവാ? ആ, മാതാവിൻ്റെ പെരുന്നാൾ നടക്കട്ടെ. മാതാവ് ബൈബിളിൽ എന്താ ചെയ്തേക്കണേന്ന് അറിയാമോ? പറയോ? മാതാവ് ബൈബിളിലുണ്ട്. ബൈബിൾ വായിക്കാറുണ്ട്. കണ്ണു പിടുത്തില്ലെങ്കിൽ ആരോട് ചോദിച്ച് മനസ്സിലാക്കണം. കണ്ണട വെച്ചേ? ഓക്കെ ഓക്കെ. ദൈവമേ, വല്ലാറുപാട്, വേളാങ്കണ്ണി, കൃപാസനം, എവിടെയൊക്കെ മാതാവുണ്ട് അവിടെയൊക്കെ ജനം ഒഴുകിത്തരാണ്. എന്നാ ചെയ്യും? ബൈബിള് അടിസ്ഥാനപരമല്ല. കള്ളക്രിസ്തുമാർ നിങ്ങളെ വഴിതെറ്റിക്കും. ബൈബിളിലുണ്ട്. അപ്പോൾ ബൈബിള് പറഞ്ഞ് അങ്ങോട്ട് അത് കയറണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്കിത് ശാസ്ത്രീയമായിട്ട് പറയാം. ബൈബിൾ വായിച്ചിട്ട് നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ, സന്തോഷം കിട്ടിയില്ലെങ്കിൽ, ഞാൻ നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് എല്ലാം പറ്റുമെന്ന് ചോദിച്ചാൽ, നിങ്ങളെ ദൈവത്തിൻ്റെ അടുത്ത ദൈവത്തെ കാണാൻ ദൈവമില്ലെന്ന് വിശ്വസിക്കുന്നത് അല്ല. എത്താൻ പറ്റും. ഷുവർ. ബൈബിൾ അടുത്തിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത അധ്യായത്തിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ദൈവത്തിൻ്റെ അടുത്ത് എങ്ങനെ എത്താൻ പറ്റും, ദൈവത്തിനെ നമുക്ക് സുഹൃത്താക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞ ദൈവം കേൾക്കുമ്പോൾ അതിക്ക് മുമ്പേ കേൾക്കും ദൈവം. അവിടെ ദൈവം നിങ്ങൾക്ക് തരും. ഇത്രയും പറയണുള്ളൂ. സമയമില്ല, പണിക്ക് പോകണം. ഞായറാഴ്ചയും പണിക്ക് പോകണം. രാജ ഒഴിവാക്കണമെന്നാണ് പറഞ്ഞേക്കണം. പക്ഷേ എന്താ ചെയ്യുക, ഞാനൊന്ന് പോകണമെന്നുണ്ട്. ദൈവമേ, ട്രെയിൻ പോകാൻ പോകുന്നില്ല. ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുമ്പോൾ സ്ഥിരം കയറുന്നവർക്ക് കുഴപ്പമില്ല. ആദ്യമായിട്ട്
ഫൈറ്റ് ചെയ്താൽ ഒരു കാശുമില്ല, പോവില്ല. ദൈവമേന്ന് വിളിച്ചു ചോദിച്ചു നോക്കി ആരുടെയെങ്കിലും കാരണം ആരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരുടെങ്കിലും വ്യക്തി അല്ലെങ്കിൽ വലിയ വലിയ രാജ്യത്തേക്കാണ് ആൾക്കാർ അവർ മാത്രത്തോട് പറഞ്ഞു എൻ്റെ മോന് അവിടെയും ഇവിടെയാണ് എന്ത് ചെയ്യാനാ, എല്ലാ തൊട്ടിൽ പണിയെടുക്കണ്ടാവും. അത് ഇവിടെ ചെയ്ത് ഇരട്ടിക്ക് കാശ് കിട്ടും. ചെയ്യില്ല, നാട്ടിൽ ചെയ്യാൻ പറ്റില്ല. പുറത്ത് പോയി എന്ന് അണ്ടപ്പണി പോലും ചെയ്യും. കാശ് ഉണ്ടാക്കിയവൻ ഇവിടെ വന്ന് ബെൻസ് കാറൊക്കെ മേടിക്കും. ഒക്കെ നീ ഇത് ഓക്കെ, ഇതൊക്കെ ഒരു ശൂന്യമാണ്. ഗ്യാസിന് ഒരു അർത്ഥമില്ല. ആവശ്യത്തിനാണ് കാശ്, ആവശ്യത്തിന്. ആവശ്യം കഴിഞ്ഞാൽ അത് ആർക്കെങ്കിലും കൊടുക്കുക, അത്യാവശ്യമുള്ളവർക്ക് കൊടുക്കുക. ഇന്ന് പറയാനുള്ളത് അപ്പോൾ ഇവിടുത്തെ ഭരണകൂടം സാത്താൻ്റെ ഭരണകൂടമാണ്. അത് ആർക്കറിയില്ല. സാത്താനാണ് ഈ ലോകം മുഴുവൻ ഭരിക്കുന്നത്. കാരണം കഴിഞ്ഞ എന്തിന് ഞാൻ പറഞ്ഞു, യേശുവിനോട് പറഞ്ഞു, ഈ പാലത്തിൻ്റെ അടിയിലേക്ക് ഈ മലയുടെ മുകളിൽ ചാടും, ഈ ദൈവത്തിൻ്റെ പുത്രനല്ലേ. പിന്നെ ലോകം മുഴുവൻ കാണിച്ച് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ എന്നെ കുമ്പിട്ടാൽ ഈ ലോകം മുഴുവൻ തരാം. അപ്പോഴും യേശു പറഞ്ഞു, ദൈവം കർത്താവിനെ നീ പരിശീലിക്കുക. അപ്പം അതിൽ തന്നെ ഈ ബുദ്ധിരാക്ഷസന്മാർക്ക് ആലോചിച്ചോളൂ. ബുദ്ധിരാക്ഷസന്മാരുള്ള കേരളത്തിൽ തന്നെ ബുദ്ധിരാക്ഷസന്മാരുടെ സഞ്ചി തൂക്കിയിട്ട് സാത്താൻ്റെ ലോകമാണ്. സാത്താൻ പറഞ്ഞേ യേശുവിനോട്, ഇതെൻ്റെ ലോകമാണ്, നീ ഒന്ന് കുമ്പിട്ടാൽ നിനക്ക് തരാമെന്ന്. ദൈവമേ, ഇനി എന്താ ടോപ്പിക്ക്? കല്യാണം, പിന്നെന്താ ബൈബിൾ വിശ്വസനീയമാണോ, പിന്നെ ബൈബിൾ നടപ്പാകുന്ന സംഗതിയാണോ, ദൈവത്തിനെ കാണാം, ദൈവത്തിൻ്റെ അടുത്ത് എത്താൻ പറ്റുമോ, സന്തോഷകരമായ ജീവിതം കിട്ടുമോ? ഇതൊന്നും വയ്യ, എനിക്ക് വയ്യാണ്ടല്ല, പറയണമെന്നുണ്ട്. ഇനി ഓവറായ അനുഭവം.